ഹലോ, വെൽക്കം ബാക്ക് ടു സുഫേറ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ വേഗം കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ തേങ്ങാച്ചോറായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല വേവുള്ള അരിയായിട്ട് എടുത്തേക്കണം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ അരി കഴുകിയിരിക്കണം. പിന്നെ ഉലുവ, ചെറുള്ളി, തേങ്ങ, ഉപ്പ് ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്നാണ്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേന്നൊക്കത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പിന്നെ കൂട്ടിയിട്ട് തിന്നാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് മീൻകറി ഒന്നും അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ എടുത്ത് വെച്ചായിരുന്നു, പക്ഷേ തേങ്ങാച്ചോറൊക്കെ വെന്ത് വന്നപ്പോൾ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് വിചാരിച്ചതിന് ഇങ്ങനെ ഒന്നും ആരും തിന്നൂലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെന്താ ഇപ്പോൾ മാവ് എന്ന് ആരും വിചാരിക്കണ്ട. ഇത് ഞാൻ പിന്നെ നമ്മളെ മട്ടേരി ഇല്ലേ, നെല്ലിത്തേരിൻ്റെ അരി, അത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അത് പുട്ടിന് പൊടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ പൊടിയാണത്. അപ്പോൾ ഞാനിതാക്കണം 2 ഗ്ലാസ് പൊടി എടുത്തേക്കണം കേട്ടോ. ഇവിടെ അരക്കപ്പ് വെള്ളം എടുത്തേക്കണം കേട്ടോ. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അറിയാമല്ലോ എല്ലാവർക്കും, പുട്ടിന് അങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ നനച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിന് അത്യാവശ്യം നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങണില്ല, അതേപോലെ തന്നെ അത്യാവശ്യം പിന്നെ വെള്ളം വേണം കേട്ടോ പൊടിക്ക്. പിന്നെ അതേപോലെ തന്നെയാണ് നല്ല അതേ തരിതരിയേനെ തന്നെയാണ് നമുക്ക് പിന്നെ നമ്മൾ നനച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ 4 ദിവസം വെച്ചാലും ഇതങ്ങനെ പിന്നെ അതിൻ്റെ സോഫ്റ്റ് ഒന്നും പോകണമെന്നില്ല, ഭയങ്കര ഉറപ്പ് പിടിക്കുക അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ തന്നെ. പിന്നെ മട്ടേരിൻ്റെ അങ്ങനെ അത്ര ഉണ്ട് വലിയ ചൊവയൊന്നുമില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ലോണം കഴുകുക. പിന്നെ വറുക്കണത് എന്ന് പറഞ്ഞാൽ നല്ല റവൻ്റെ ആ ഒരു ഇതിൽ വറുത്തെടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലോണം കരിയരുത്, നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപാട് ഇതിൽ കേടുവരാതെ തന്നെ നിൽക്കുകയും ചെയ്യും ഇത്. അപ്പോൾ റേഷൻ്റെ അരി ഇതേപോലെ കിട്ടണമൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അടിപൊളിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ആർക്കും ഇത് ഇഷ്ടപ്പെടും, ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ. പിന്നെ മട്ടേരി ആർക്കും പിന്നെ ചോറ് കഴിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പിന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. വെറുതെ നമ്മൾ അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, അങ്ങനെ ഇത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കലായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങൾ ചോറ് വെച്ചാലും കഞ്ഞി വെച്ചാലും അങ്ങനെ കുടിക്കാറില്ല. പിന്നെ എനിക്ക് വയറ് കാളിച്ച് വരും കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മട്ടേരി എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തിന് നല്ലതല്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും തിന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ റേഷൻ കടയിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നല്ലോണം ഒന്ന് വറുത്താൽ മതിയിട്ടത്. പിന്നെ നമ്മൾ റവൻ്റെ ഒക്കെ അതുപോലെ തന്നെ അങ്ങനെ വറുത്താൽ മതി. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇതിന്. അപ്പം നല്ല ടേസ്റ്റാണ്. കറിയൊക്കെ കൂട്ടി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇതിൽ നല്ല തിന്നു കേട്ടോ അവരെല്ലാവരും. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നല്ല ഇതാണ്, കുറേ കാലം ഇതങ്ങനെ കേടുവരാതെ നിൽക്കും കേട്ടോ. ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ഇത് ഉപയോഗിക്കൽ, അതുകൊണ്ടാണ് അത്ര നല്ലതിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഇത്, എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ മറക്കരുത്. അപ്പോൾ താങ്ക് യു.